ഡാഞ്ചർ സോളിൽ കളർ ഗ്രേഡ് ചെയ്യുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ബേസിക് ആയിട്ടുള്ള ഒരു കാര്യമാണ് നോട്ട്സ് എന്ന് പറയുന്നത്. നമ്മുടെ ഡാഞ്ചർ സോൾവിൻ്റെ കളർ പേജിലേക്ക് വരുമ്പോൾ ഈ റൈറ്റ് സൈഡിൽ കാണുന്ന ഈ ഒരു റെക്റ്റാങ്കിൾ ബോക്സ് ആണ് നമ്മുടെ നോട്ട്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഒരു നോഡിൻ്റെ ഈ ഒരു ഏരിയ നിങ്ങൾ ഡിസേബിൾ ആയിട്ടാണ് കിടക്കുന്നതെങ്കിൽ നിങ്ങൾ ഇത് ടോപ്പിൽ വന്നിട്ട് നോട്ട്സ് എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ കണ്ടില്ലേ, ഇത് എനേബിൾ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് നോട്ട്സിൻ്റെ ഏരിയ ഇവിടെ നമുക്ക് വിസിബിൾ ആവുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ നോഡ് എന്ന് പറയുന്നത്. നമ്മുടെ നോഡിന് ഒരു ഇൻപുട്ടും ഉണ്ട്, അതുപോലെ തന്നെ ഒരു ഔട്ട്പുട്ടും ഉണ്ട്. അപ്പോൾ നമ്മുടെ ഇൻപുട്ടിലാണ് നമ്മൾ സ്റ്റാർട്ടിങ് ഇമേജ് നമ്മൾ കാണുന്നത്. അതിനുശേഷം നമ്മൾ ഈ ഒരു നോഡിൽ നമ്മൾ എന്തെങ്കിലും അഡ്ജസ്റ്റ്മെൻറ്റ്സ് വരുത്തുന്നു. ആ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ്സിന് ശേഷം നമ്മുടെ ഇമേജ് ഈ ഒരു ഔട്ട്പുട്ടിലേക്ക് വരുന്നതായിരിക്കും. ഇപ്പോൾ ഇൻപുട്ട് ഇമേജാണ് ഇത്. ഓക്കെ, സിമ്പിളായിട്ട് ഞാൻ ഈ ഒരു പ്രൈമറി കളർ വീൽസിലേക്ക് വന്നിട്ട് ഈ ഒരു നോഡ് സെലക്ട് ചെയ്തതിന് ശേഷം ഞാൻ ഈ ഒരു പ്രൈമറി കളർ വീൽസിലേക്ക് വന്നതിന് ശേഷം ഇതിൽ ഗെയിൻ്റെ വാല്യൂ ഒന്ന് കൂട്ടിയിട്ട് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് കാണാനായിട്ട് ഞാൻ സിമ്പിളായിട്ടൊന്ന് കൂട്ടിയിട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് ഓക്വേർഡാണ്, പക്ഷേ ഞാൻ സിമ്പിളായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ടാണ് കുറച്ച് കൂട്ടിയിട്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇൻപുട്ട് ഇമേജ് ഇവിടെ നിന്ന് വന്നു. ഇവിടെ നമ്മൾ എന്തെങ്കിലും ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് കൊടുത്തു. നമ്മൾ ഈ ഒരു എക്സ്പോഷറിന് ഒരു അഡ്ജസ്റ്റ്മെൻറ്റ്സ് കൊടുത്തതിന് ശേഷം ഔട്ട്പുട്ട് ഇമേജ് ഇവിടേക്ക് വന്നു. അപ്പോൾ നമ്മുടെ ബിഫോർ ഇമേജ് ഇങ്ങനെ കാണും. ഈ ഒരു ഓപ്ഷൻ കണ്ടില്ലേ, ടോപ്പിൽ ഈ ഒരു ഓപ്ഷൻ വരുമ്പോഴത്തേക്ക് നമുക്കത് ഇതായിരുന്നു നമ്മുടെ സ്റ്റാർട്ടിങ് ഇമേജ്. അതിനുശേഷം നമ്മൾ ഈ ഒരു നോഡിൽ ഈ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് കൊടുത്തതിന് ശേഷം നമ്മുടെ ഇമേജ് ഇങ്ങനെ മാറിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ നോട്ട്സിൻ്റെ യൂസ് എന്ന് പറയുന്നത്. കണ്ടില്ലേ, നമുക്ക് ഇതുപോലെ ഒരുപാട് നോട്ട്സ് നമുക്കിവിടെ ആഡ് ചെയ്യാവുന്നതാണ്. ഞാൻ ഇവിടെ സിമ്പിളായിട്ട് റീസെറ്റ് ചെയ്യുന്നു. നമ്മൾ നോട്ട്സ് ആഡ് ചെയ്യാനായിട്ട് ഈ ഒരു നോഡിൽ റൈറ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം ആഡ് നോഡ്, ആഡ് സീരിയൽ നോഡ്. ഓക്കെ, ഞാനൊരു നോഡ് കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഞാൻ വീണ്ടും നോഡ്, ആഡ് നോഡ്, ആൾട്ട് എസ് ആണ് നമ്മുടെ സീരിയൽ നോഡ് ആഡ് ചെയ്യേണ്ട ഷോർട്ട് കട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ഈ ഒരു ഫസ്റ്റത്തെ നോഡിൽ ഞാൻ എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഞാൻ ഈ ഒരു ഇമേജിൻ്റെ വൈറ്റ് ബാലൻസ് സെറ്റ് ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ സിമ്പിളായിട്ട് വൈറ്റ് ബാലൻസ് സെറ്റ് ചെയ്യാം. നമ്മൾ വൈറ്റ് ബാലൻസിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ടൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. നമ്മൾ ഏതൊരു ഇമേജ് എടുത്താലും നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു ഇമേജിൻ്റെ വൈറ്റ് ബാലൻസ് സെറ്റ് ചെയ്യുക. അതിനുശേഷം നമ്മൾ ആ ഒരു ഇമേജിൻ്റെ എക്സ്പോഷർ സെറ്റ് ചെയ്യുക എന്നതാണ്. ഓക്കെ, അതാണ് നമ്മുടെ കളർ ഗ്രേഡിങ്ങിൻ്റെ സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഒരു ഇമേജ് നമ്മുടെ കൈ കിട്ടിയാൽ അതിൻ്റെ ആ ഒരു ഇമേജിനെ വൈറ്റ് ബാലൻസ് സെറ്റ് ചെയ്യണം. അതിനുശേഷം നമ്മുടെ എക്സ്പോഷർ സെറ്റ് ചെയ്യണം. സെറ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ ഒരു ഇമേജ് ന്യൂട്രൽ ആയിട്ടുള്ള ഒരു ഏരിയയിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം മാത്രമേ നമ്മൾ കളർ ഗ്രേഡിങ്ങിലേക്ക് കിടക്കാവൂ. ഓക്കെ, ഫസ്റ്റത്തെ ഈ ഒരു നോഡ് സെലക്ട് ചെയ്തതിന് ശേഷം ഞാൻ എന്ത് ചെയ്യുന്നു, നമ്മുടെ ഈ ഒരു പ്രൈമറി കളർ വീൽസിലേക്ക് വരുന്നു. അപ്പോൾ നമ്മുടെ ഈ ഒരു ഇമേജ് ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും ഈ ഒരു ഇമേജിൽ കുറച്ച് വാം കൂടുതലാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു വാം കുറയ്ക്കാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ ഈ ഒരു ടെമ്പറേച്ചർ സ്ലൈഡർ കണ്ടില്ലേ, ഈ ടെമ്പറേച്ചർ സ്ലൈഡർ വന്നിട്ട് ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് പോകുമ്പോഴത്തേക്കും നമുക്ക് ഒരു ബ്ലൂ ടോണാണ് കിട്ടുന്നത്. സോ നമുക്ക് എന്ത് ചെയ്യാം, ഈ വാമിൻ്റെ ഓപ്പോസിറ്റ് കൂളിലേക്ക് നമുക്ക് ഈ ഒരു ടെമ്പറേച്ചർ സ്ലൈഡർ യൂസ് ചെയ്ത് നമ്മുടെ ഈ ഒരു ഇമേജ് കൂളാക്കി മാറ്റാം. ഓക്കെ, കുറച്ച് കൂളാക്കി മാറ്റുന്നുണ്ട്. ഓക്കെ, അതിനുശേഷം നമ്മുടെ ഈ ഒരു ഷാഡോ ഏരിയസിലൊക്കെ നമുക്കൊരു മജന്ത പോലത്തെ ഒരു കളർ നമുക്കിവിടെ വന്നിട്ടുണ്ട്. സോ അത് കുറയ്ക്കാൻ, അതായത് ഈ ടിൻറ്റ് എന്ന് പറഞ്ഞ ഈ ഒരു ഓപ്ഷൻ കണ്ടില്ലേ, ഇത് ഞാൻ കുറച്ച് ഗ്രീനിലേക്ക് കൊണ്ടുപോയിട്ട് ഓക്കെ സെറ്റ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഫസ്റ്റത്തെ ഈ ഒരു നോഡിൽ നമ്മൾ വൈറ്റ് ബാലൻസ് കറക്റ്റ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഈ രണ്ടാമത്തെ നോഡ് സെലക്ട് ചെയ്തതിന് ശേഷം ഈ ഒരു നോഡിൽ നമുക്ക് ഈ ഒരു ഇമേജിൻ്റെ എക്സ്പോഷർ സെറ്റ് ചെയ്യാം. നമുക്ക് ഈ ഒരു സ്കോപ്സ് യൂസ് ചെയ്ത് നമുക്ക് ഈ ഒരു ഇമേജിൻ്റെ എക്സ്പോഷർ സെറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടെ എക്സ്പോഷർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫസ്റ്റത്തെ നോഡിൽ നമ്മൾ വൈറ്റ് ബാലൻസ് സെറ്റ് ചെയ്തു, രണ്ടാമത്തെ നോഡിൽ എക്സ്പോഷർ സെറ്റ് ചെയ്തു. അതിനുശേഷം ഞാൻ എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ഫസ്റ്റത്തെ നോഡ് റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഇവിടെ നോഡ് ലേബൽ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. ഇത് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഞാൻ ഈ ഒരു നോഡ് വൈറ്റ് ബാലൻസ് എന്ന് റീനെയിം ചെയ്യുന്നു. ഓക്കെ, അതിനുശേഷം രണ്ടാമത്തെ നോഡ് സെലക്ട് ചെയ്യുന്നു. സെലക്ട് ചെയ്തതിന് ശേഷം ആ ഒരു നോഡ് ഞാൻ എക്സ്പോഷർ എന്ന് സെറ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഈ ഒരു ഫസ്റ്റത്തെ നോഡിൻ്റെ സ്റ്റാർട്ടിങ് ഇമേജ് എന്ന് പറയുന്നത് നമ്മൾ ഫസ്റ്റ് കൊടുത്ത ആ ഒരു ഇമേജ് ആയിരിക്കും. ഓക്കെ, അതിനുശേഷം നമ്മൾ ഈ ഒരു ഇമേജ് വൈറ്റ് ബാലൻസ് ചെയ്തു. വൈറ്റ് ബാലൻസ് ചെയ്തതിന് ശേഷം ഈ ഒരു എക്സ്പോഷർ എന്ന് പറയുന്ന ഈ ഒരു നോഡിൻ്റെ സ്റ്റാർട്ടിങ് ഇമേജ് എന്ന് പറയുന്നത് ഈ ഒരു വൈറ്റ് ബാലൻസ് ചെയ്തതിന് ശേഷം വന്ന ഇമേജാണ് ഈ ഒരു എക്സ്പോഷറിൻ്റെ സ്റ്റാർട്ടിങ് പോയിന്റ് എന്ന് പറയുന്നത്. ഓക്കെ, നോഡ് അറേഞ്ച് ചെയ്യുന്നതിലും കുറച്ച് രീതികളുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് വൈറ്റ് ബാലൻസ് സെറ്റ് ചെയ്യുക, അതിനുശേഷം നമ്മൾ എക്സ്പോഷർ സെറ്റ് ചെയ്യുക. ഓക്കെ, അതിനുശേഷമേ നമ്മൾ കളർ ഗ്രേഡിങ്ങിലേക്ക് പോവാം. ഓക്കെ, നമുക്കൊരു കൺഫ്യൂഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു നോട്ട്സിൽ ലേബൽ ചെയ്ത് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു നോഡ് സെലക്ട് ചെയ്തതിന് ശേഷം കൺട്രോൾ ഡി പ്രസ് ചെയ്താൽ ആ ഒരു നോഡ് നമ്മുടെ ഇമേജിൽ എന്ത് ഡിഫറൻസ് ആണ് കൊണ്ടുവന്നതെന്ന് നമുക്ക് മനസ്സിലാവുന്നതായിരിക്കും. ഓക്കെ,